തിരുവനന്തപുരം നഗരസഭ ഒരു ഭരണ സ്തംഭനത്തിലാണ്. ഈ ഭരണസ്തംഭനത്തെ മറികടക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് മുനിസിപ്പൽ ആക്ടിൽ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ സംസ്ഥാന ഗവൺമെൻറ് ഇടപെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തലസ്ഥാന നഗരത്തിലെ നഗരസഭ എന്ന നിലയിൽ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഒരു ഭരണസ്ഥാപനമാണ് തിരുവനന്തപുരം നഗരസഭ. തങ്ങൾ അധികാരത്തിൽ വന്ന് ഒരു മാസം കഴിയുമ്പോൾ തന്നെ രാജ്യത്തെ ഏത് നഗരത്തെയും വെല്ലുവിളിക്കുന്ന നിലയിൽ നഗരത്തെ കൊണ്ടെത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചവരാണ്. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഈ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് വികസനത്തിനാവശ്യമായിട്ടുള്ള ഫണ്ട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞവരാണ്. എല്ലാ പ്രഖ്യാപനങ്ങളും ജലരേഖയായി നിൽക്കുകയാണ്. പേപ്പട്ടി ശല്യം കാരണം കുട്ടികൾക്കും നാട്ടുകാർക്കും ആർക്കും തന്നെ റോഡിൽ നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. തലസ്ഥാന നഗരിയിലെ ഏത് പ്രദേശത്ത് ചെന്ന് ചിലപ്പോൾ കരമന, കളിപ്പാങ്കുളം, വെള്ളിപ്പാലം, കിഴക്കേക്കോട്ട, അങ്ങനെ ഏത് പ്രദേശത്ത് ചെന്ന് കഴിഞ്ഞാലും വലിയ അഴുക്കുചാലുകളും അതുപോലെ തന്നെ ഗാർബേജും നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയും. ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നഗരസഭയ്ക്ക് കഴിയുന്നില്ല. യഥാക്രമ നഗരസഭ വിളിച്ചു ചേർത്ത് ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. എല്ലാം കള്ളക്കളിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കാപ്പ കേസിൽ പ്രതിയായ ഒരാളിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നല്ലല്ലോ, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാരൊന്നും അല്ലല്ലോ അയാളെ കാപ്പ കേസിൽ പെടുത്തിയതോ അല്ലെങ്കിൽ അതിൽ പെട്ടതോ. അയാളുടെ പ്രവൃത്തി കൊണ്ട് മാത്രമാണല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കാപ്പ കേസിലെ ഒരു പ്രതി കോർപ്പറേഷൻ കൗൺസിലറായി മാറിയിരിക്കുന്നത്. എങ്ങനെ കോർപ്പറേഷൻ കൗൺസിലറായെന്ന് ചോദിച്ചാൽ അത് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ അവിടെ ആ വാർഡിൽ പോകണം. പോയിട്ട് ഓരോ വീട്ടുകാരോടും ചോദിച്ചാൽ അവർ പറയും ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വോട്ട് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന കാര്യം. ഞങ്ങൾ അവിടുത്തെ ആ വാർഡിൽ എല്ലാ വീടുകളിലും ഞങ്ങൾ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാപ്പ കേസിലെ ഈ പ്രതിയുടെ സവിശേഷതകളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പരാതി കേൾക്കുന്നതിന് വേണ്ടിയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയും അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നതിന് വേണ്ടിയും ആത്മധൈര്യം കൊടുക്കുന്നതിന് വേണ്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോർപ്പറേഷൻ കൗൺസിലർമാരും മറ്റ് ജനപ്രതിനിധികളും മുൻ ജനപ്രതിനിധികളും ആ വാർഡിൽ എല്ലാ വീടുകളിലും പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചു. മറ്റൊരു കാര്യം സംസ്ഥാന ഗവൺമെൻറ് ഇടപെടേണ്ടത് കോർപ്പറേഷൻ കൗൺസിലിലെ അറ്റൻഡൻസ് ബുക്ക് അടക്കം ഉള്ള കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ ഗവൺമെൻറ് പരിശോധിക്കുന്നതിന് വേണ്ടി തയ്യാറാവും. കാപ്പ കേസ് പ്രതി സുഗതനെ രക്ഷപ്പെടുന്നതിന് വേണ്ടി കൗൺസിലുമായി ബന്ധപ്പെട്ട രേഖകളിൽ തിരിമറി നടത്തിയിട്ടുണ്ടെന്നുള്ള ഗൗരവമുള്ള ആരോപണം ഞങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ 29-ാം തീയതി കൗൺസിൽ കൂടുന്നതോടുകൂടി ഞങ്ങളുടെ അറിവനുസരിച്ചും ഞങ്ങളുടെ കയ്യിലുള്ള രേഖയനുസരിച്ചും 3 മാസം തുടർച്ചയായി കൂടുന്ന 3 കൗൺസിലിൽ ശ്രീ സുഗതൻ ഹാജരാകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തമ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് കൊടുത്ത് ശ്രീ സുഗതനെ അയോഗ്യത കൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുകയാണ്. അങ്ങനെ അയോഗ്യത കൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ കോർപ്പറേഷനിലെ ഭൂരിപക്ഷം BJPക്ക് നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇതിപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം രംഗത്തിറങ്ങി കാപ്പ കേസിലെ പ്രതിയും രംഗത്തിന് രക്ഷപ്പെടുന്നതിന് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ പറയുകയുണ്ടായി, അവരുടെ പാർട്ടി ദേശീയ രാഷ്ട്രീയ പാർട്ടിയാണ്.
ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. ദേശീയ രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ കളിക്കാനൊന്നും വരണ്ട എന്നുള്ളതിലാണ് പറഞ്ഞത്. അത് അവരുടെ പെർമനന്റ് സ്ഥാപനമൊന്നുമല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസമിതി മാറിയും തിരിഞ്ഞുമൊക്കെ തന്നെ വരും. ഒരു കാര്യം ശ്രീ രാജീവ് ചന്ദ്രശേഖരനോട് പറയുന്നു, നിങ്ങളൊരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്, നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായം പറയാം, പക്ഷേ ഭീഷണിയുടെ സ്വരം ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം RSSലെ ഒരുപാട് ഭീഷണി അതിജീവിച്ചുകൊണ്ട് ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്നിട്ടുള്ളവരാണ്. അപ്പോൾ നമുക്ക് രാഷ്ട്രീയ പ്രശ്നങ്ങൾ രാഷ്ട്രീയമായിട്ട് തന്നെ പറഞ്ഞ് തീർക്കുന്നതായിരിക്കും നല്ലതെന്നുള്ള കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. സമരം നടത്തുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ സമാധാനപരമായ സമരം നടത്താൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഉണ്ടായ എല്ലാ സംഭവ വികാസങ്ങൾക്കും ഉത്തരവാദി മേയർ മാത്രമാണ്. ആകെ 20 കോർപ്പറേഷൻ കൗൺസിലർ, LDF-ന് 20 കോർപ്പറേഷൻ കൗൺസിലർമാർ മേയറുടെ ഓഫീസിന്റെ വരാന്തയിൽ 2 വശത്താറ്റ് ആൾക്കാർക്ക് നടന്നു പോകാനുള്ള സ്ഥലം വെട്ടിയ ശേഷം അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്തുനിന്നുള്ള ഒരു 500-ഓളം വരുന്ന ആൾക്കാർ പുറത്തുണ്ടായിരുന്നു. ഒരാൾ പോലും അതിനകത്ത് കയറുന്നതിന് വേണ്ടി തയ്യാറായില്ല. പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരടക്കം നിരവധി പ്രാവശ്യം മേയറോട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോകാൻ പാടില്ല, പോകരുത്, അവരെ ഇപ്പോൾ സത്യാഗ്രഹിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് മാറ്റിത്തരാം എന്ന് പറഞ്ഞു. അതൊന്നും വകവയ്ക്കാതെ അദ്ദേഹം അവിടെ ഇരുന്ന കൗൺസിലർമാരെ ചവിട്ടി തള്ളി തറയിലിട്ട് നേരത്തെ ജോയി പറഞ്ഞതുപോലുള്ള അവസ്ഥ സൃഷ്ടിച്ച് ഓഫീസിനകത്ത് കയറുകയും അതിനുശേഷം ഇത്രയും പുറത്ത് ക്രൗഡ് ഉണ്ടായിട്ടും ആ ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ വണ്ടി ഓടിച്ച് പുറത്തേക്ക് പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ക്രൗഡ് എന്ത് സംഭവിക്കുന്നു ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് ഇന്നലെ ഒരു കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കലാപം ഉണ്ടാക്കി വികസന കാര്യത്തിൽ നിന്നും സുഗതനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുക എന്നുള്ളതായിരുന്നു രാജേഷിന്റെ ഉന്നം. അത് എന്തായാലും അത് നടക്കാതെ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പോലീസ് ശക്തമായ കേസെടുത്ത് ആവശ്യ നടപടി സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. കോർപ്പറേഷന്റെ കാര്യങ്ങൾ അവർ പറയും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.